കണ്ണെടുക്കാതെ സുന്ദര ധരംശാലയിൽ ചെമ്പട്ടിൻ നിറം പരന്നൊഴുകി. പടനയിച്ച പടിതാറിന്റെ പട്ടാഭിഷേകം RCBയുടെ ആഘോഷ തിരമാല. സംഹാര യുദ്ധത്തിന് രാജാവിന്റെ പടയിറങ്ങിയാൽ രാജകുമാരന് കാഴ്ചക്കാരനാകാം. അന്ന് 2025. അതിനു മുകളിൽ RCBയുടെ ലോയൽ ഫാൻസിനി ഒന്നും കണ്ടു തീർക്കാനില്ല. എന്നാൽ തങ്ങൾക്ക് ചുറ്റുമൊഴുകും സ്നേഹക്കടലിനായി ഇതങ്ങ് സമർപ്പിച്ചേക്കാം. പ്രപഞ്ചത്തിലെ ഏത് ഊർജമാണ് അവരിലേക്ക് പ്രവഹിച്ചത്? നിർഭയമെന്നാൽ പടിതാർ പടയിലെ 12 സമതുല്യമാണ്. അതിനാൽ കരുത്തേറും പന്തേറുകാരാൽ ചക്രവ്യൂഹം തീർത്ത് സിംഹാസനം സ്വപ്നം കണ്ടാൽ ഗില്ലിനും സംഘത്തിനും അതങ്ങ് മറന്നേക്കാം. നോക്കൌട്ടിൽ IPL ചരിത്രത്തിൽ ഇതുപോലൊന്ന് അത് കണ്ടതേയല്ല. ഇന്നലെയൊന്ന് ജയിക്കാൻ പഠിച്ചാൽ ഗുജറാത്തിന് അമിതാത്മവിശ്വാസം നിറഞ്ഞിരുന്നു. പക്ഷേ അത് RCB പടയ്ക്ക് മുന്നിലെങ്കിൽ ഫലം ഇങ്ങനെയാകും. ഒരേ ഒരു കടമ്പയ്ക്കപ്പുറം കാത്തിരിക്കുന്നത് കലാശക്കളിയുടെ സ്വപ്നതീരമാണ്. പാടിപ്പുകഴ്ത്തിയ രാജകുമാരന്റെ പടയിലെ കരുത്തരെ കണ്ടു വിറയ്ക്കാൻ RCBക്ക് മനസ്സില്ല. നിർഭാഗ്യത്തിന്റെ കാർമേഘങ്ങൾ എന്നേ ഒഴിഞ്ഞു പോയതാണ്. അതിനാൽ അവരെ ഭയന്നേ മതിയാകും. കോഹ്ലിയും പടിക്കലും ചേർന്ന് ധരംശാലയുടെ പച്ചപ്പണിഞ്ഞ മൈതാനത്ത് തീ പടർത്തി. ഈ 37-ാം വയസ്സിലും ഒരു കൗമാരക്കാരന്റെ പ്രസരിപ്പിൽ കോഹ്ലിയുടെ തിളക്കമുള്ളൊരു ഇന്നിംഗ്സും. മികച്ച പന്തുകളെ ബഹുമാനിച്ചാൽ മുന്നോട്ട് നീങ്ങുക എളുപ്പമെന്നാണ്. കൃത്യമായത് മൈതാനത്ത് പുറത്തെടുത്ത് RCBയുടെ ചൈത്രയാത്ര. 43-മായി കോഹ്ലിയും 30-മായി പടിക്കലും. ഇതിലും മികച്ചൊരു തുടക്കം അത് സ്വപ്നങ്ങളിൽ മാത്രം. ഇനിയാണ് പറഞ്ഞാൽ തീരാത്തൊരു ക്രിക്കറ്റിന്റെ വശ്യമനോഹര വസന്തകാലം. കൃണാലിന്റെ മികച്ച ഇന്നിംഗ്സിനൊപ്പം RCBയുടെ അമരക്കാരൻ ഒരുത്തൻ ബാറ്റെടുക്കുന്നു. ഗുജറാത്തിന്റെ വിജയവഴിയിൽ പ്രശംസകൾ കൊണ്ട് മൂടിയ ബൗളേഴ്സിനെല്ലാം ധരംശാലയൊരു ദുരന്തരാത്രിയായി ഓർമ്മകളിൽ എന്നും ഉണ്ടായിരിക്കും. സിക്സർ എന്നാൽ കണ്ണു നിറയ്ക്കുന്ന കൗതുകം പോലെ പടിതാറിൽ ഉതിർന്നതത്രയും ഗംഭീരമാണ്. സിറാജ് പ്രസീദ് റബാഡ RCBയെ വീഴ്ത്താൻ വന്നവനാണ്. സിക്സറുകൾ കൊണ്ട് ഇതിനു മുകളിലൊന്ന് ബാക്കിയില്ലെന്നാണ് അയാൾ പറയാതെ പറഞ്ഞത്. 33 പന്തിൽ 93. സമ്മർദ്ദത്തിന്റെ ഇതുപോലൊരു മത്സരത്തിൽ അത്ഭുതമെന്നല്ലാതെ എന്തു പറയാനാണ്? 43-മായി കൃണാൽ പാണ്ഡ്യയും RCBക്ക് കരുത്തായതോടെ കൂറ്റൻ റൺവരയുയർന്നു. IPL പ്ലേ ഓഫ് ചരിത്രത്തിലെ ഉയർന്ന സ്കോർ. 254 ലക്ഷം എത്തിപ്പിടിക്കുകയെന്നത് അസാധ്യമാണെന്നുറപ്പ്. പൊരുതാനിറങ്ങിയ രാജകുമാരനും സംഘവും വീണ്ടും ഒരു നിരാശയുടെ നിലാവിൽ തരിപ്പണമായി. എല്ലാം അനായാസമെന്നപ്പോൾ പന്തെടുത്തും RCB ചരിത്രമെഴുതി. നിർഭാഗ്യത്തിൽ സായി വീണതോടെ ഭുവനേശ്വറിന് മുന്നിൽ ഗില്ലും ബാറ്റുവെച്ചു. പണ്ടേ പഴികേൾക്കുന്ന ഒരു ബൗളിംഗ് യൂണിറ്റ് ഇന്നവർക്ക് ഓർമ്മകൾ മാത്രമാണ്. ഡഫിയുടെ വിക്കറ്റ് 3കൾ. വിക്കറ്റ് 2കളുമായി റാസിക്കും കൃണാലും ഗുജറാത്തിനെ വരിഞ്ഞു കെട്ടുന്ന കാഴ്ച. ഒപ്പം ഹെയ്സൽവുഡും ചേർന്നതോടെ മത്സരഫലം വ്യക്തം. 68-മായി തെവാട്ടിയുടെ പോരാട്ടം മാത്രം അത് ബാക്കിയായി. 92 റൺസ് അകലെ GTയുടെ സർവനാശം. പടുകൂറ്റൻ ജയവുമായി ഗുജറാത്തും കടന്ന് ഫൈനൽ പ്രവേശനം അതങ്ങനെ രാജകീയം. പരിഹാസങ്ങളുടെ നിരാശയുടെ ഒരു കഴിഞ്ഞ കാലമുണ്ടായിരുന്നു RCBക്ക്. എന്നാൽ ഇനി അതെല്ലാം പഴങ്കഥയാണ്. ഏത് കെട്ടകാലവും കടന്നുപോകും. പോരാട്ടത്തിന്റെ അനശ്വരതയിൽ വിപ്ലവഗാഥകൾ പിറക്കും. അന്നവരെ കാലം പാടിപ്പുകഴ്ത്തും. ഇനി ഒരേ ഒരു കടമ്പയകലെ തുടർക്കിരീടം അവരെ കാത്തിരിക്കുകയാണ്. കിനാക്കൾ പൂത്തൊരു സുവർണകാലത്തെ തനിയാവർത്തനത്തിനായി.